മോക്ക് നല്ല ബുദ്ധി ഓതിക്കൊടുത്താൽ നിനക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. മാറ്. കേട്ടില്ലോടി, നിനക്ക് വേണ്ടി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞ് കേട്ടില്ലേ? നിന്നെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാനാ ആ മനുഷ്യൻ കിടന്ന് ഈ പെടപ്പാട് മുഴുവൻ പെടുന്നത്. അങ്ങേരെ നാണം കെടുത്താനാണ് നിന്റെ പരിപാടിയാക്കി. എന്റെ തനി സ്വഭാവം നീ അറിയും. മതി നിർത്ത്. അതെ, ആ ചെറുക്കന്റെ വീട്ടുകാരെ കുറച്ച് ഇങ്ങോട്ട് വരും. അവളോട് ഒരുങ്ങാൻ പറ. അവര് വരുമ്പോഴേ ഇങ്ങനെ കരഞ്ഞു വെളുത്ത മുഖമായിട്ട് കാണുന്നില്ല. എടി, ചെന്ന് മോൻ കഴി തയ്യാറാവാൻ നോക്കടി. ഇങ്ങനെ വീർത്ത മുഖം അടിച്ചെന്ന് നിന്നാലേ നിന്റെ കണ്ണിയെ കുത്തി പൊട്ടിക്കും. സാരി എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി അത് എടുത്തു കൊടുത്ത് നിക്ക. അവളുടെ ഒരു പൂക്കണ്ണീര്. എനിക്കൊരു പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? വേണ്ട സുധീഷ്, വേണ്ടാണോ നീ ഇവിടെ വന്നേ? ആരുമില്ല ഇവിടെ. ഹലോ ചേട്ടാ, ഒന്നും വേണ്ട. എടോ ഇറങ്ങി വേണം. ഹലോ ഹലോ, വാ എവിടെ? ചേട്ടാ ഒന്ന് വന്നേ. എന്താടാ നിങ്ങൾ എന്തിനാ സുഭാഷനെ തല്ലേ? എന്തിനാ തല്ലിയെന്ന്? ഓ, അനിയന്മാര് ചേട്ടന് വേണ്ടിയിട്ട് ചോദിക്കാൻ വന്നിരിക്കുകയാണോ? അതന്നെ. എന്തിനാ തല്ലിയെന്നല്ലേ അറിയേണ്ടത്. അത് നിങ്ങളുടെ ചേട്ടനോട് ചോദിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ പോകല്ലേ പറഞ്ഞത്. പറഞ്ഞു കൊടുക്കടാ. എന്റെ മോളെ നീ എന്താ ചെയ്തതെന്ന്. എന്റെ മോളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിക്കാതെ ഉമ്മ കൊടുക്കണോ? ഞങ്ങളുടെ ചേട്ടനെ ഇവിടെ വന്നിട്ടൊന്നും അല്ലല്ലോ കെട്ടിപ്പിടിച്ച്. നിങ്ങളുടെ മകൾ അങ്ങോട്ടല്ലേ വന്നത്? സുധീഷേട്ടാ, നമ്മൾ വന്ന് ന്യായം ചോദിക്കാനല്ലോ, അവര് ചെയ്തതിനുള്ള മറുപടി കൊടുക്കാനല്ലേ. കിട്ടിയത് ആദ്യം തിരിച്ചു കൊടുക്കും സുഭാഷേട്ടാ, എന്നിട്ട് മതി സംസാരം. സുബേട്ടാ പൊട്ടിക്കേ അടിക്കേ. നീ എന്തേ പറയുന്നേ? അതൊന്നും വേണ്ട. മിണ്ടാതെ കിട്ടിയത് തിരിച്ചു കൊടുക്കും സുഭാഷേട്ടാ. എടാ വേണ്ട, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? സുഭാഷേട്ടാ, പ്രശ്നം ഉണ്ടാക്കാൻ വന്നത് ഇയാളല്ലേ? നമ്മളൊന്നുമല്ലല്ലോ. ഇയാളുടെ മകൾ അങ്ങോട്ടേക്കാ വന്നത്. വരണ്ടെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതെ വലിഞ്ഞു കയറി വന്നിട്ട് അതിനുള്ള ശിക്ഷ സുഭാഷേട്ടൻ അനുഭവിക്കണോന്നാ? ഇവരോട് സംസാരിച്ച് നിൽക്കാണ്ട് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വാ സുഭാഷേട്ടാ. അടിക്കാൻ ചേട്ടനോടല്ലേ അടിക്കാൻ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞത് കേട്ട് ഇവൻ എന്നെ അടിക്കൂ. അതിനുള്ള ധൈര്യം ഉണ്ടോ ഇവന്? എന്നോ ഒന്ന് കാണണമല്ലോ. അടിക്കടാ. ആണാണെങ്കിൽ നീ എന്നെ അടിക്കടാ. എന്താടാ നിനക്ക് വയ്യേ? അടിക്കടാ. എടാ, ആണാണെങ്കിൽ അടിക്കാന്ന്. ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്താലും സുഭാഷേട്ടൻ പറയുന്നത് കേട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നു. ഇനിയൊന്നും നടക്കൂല. ഇനി മേലിൽ ആ വീടിന്റെ പരിസരത്തെങ്ങാനും ഇവിടെ നിന്ന് ആരെങ്കിലും വന്നാ മതി, വേണ്ട വാ. വിടിയേട്ടാ, ഞങ്ങൾ വന്നോളാം. ഇനി നിങ്ങളുടെ മോളെങ്ങാനും ആ പരിസരത്ത് വന്നാ അടി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അത് മറക്കണ്ട. വാടാ സുഷേ, മതി മതി മതി. വാടാ. ഇതേ സുധീഷേട്ടൻ പറഞ്ഞത് മറക്കാണ്ടിരിക്കാനാ. വാടാ. എടാ, മിണ്ടിയാൽ അടിയല്ലാതെ വേറൊന്നും ഇല്ല നിങ്ങക്ക്. ഇപ്പൊ എന്തിനാ അയാളെ കയറി അടിക്കാൻ പോയത്? നീ അത് വേറെ പ്രശ്നമാവും. ഒന്നും മിണ്ടാണ്ടിരിക്കും സുഭാഷേട്ടാ. ഇതുപോലെ അവര് വിചാരിച്ചോ? ഇല്ലല്ലോ, ഒരു തെറ്റും ചെയ്യാണ്ട് വന്ന് തല്ലിയ അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാണ് വേണ്ടത്. അതെ സുഭാഷേട്ടാ, നമ്മൾ ചെയ്തേ തെറ്റൊന്നുമല്ല. കൊടുത്തടി കുറഞ്ഞു പോയെന്നേ എനിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കലി അടങ്ങിയിട്ടില്ല. സുഭാഷേട്ടാ, എന്തിനാണ് സുഭാഷേട്ടൻ അടിച്ചേ? അതൊന്നും ഇല്ലടേ. ഇവരോടൊന്നും പറയണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇവന്മാര് രണ്ടുപേരും കൂടെ അവിടെ പോയി അടിയുണ്ടാക്കി. ഇനിയിപ്പോ അതൊരു പ്രശ്നമാവും. പിന്നെ ഇത് അറിയാവുന്നതുകൊണ്ടാ ഞാനൊന്നും ഉണ്ടായിരുന്നത്. സുധീഷേട്ടാ, ഹരിശേട്ടാ, നിങ്ങൾ തിരിച്ചടിച്ചില്ലേ? അത് തന്നെ പക്ഷേ അതൊക്കെ നല്ല വേണ്ട പോലെ കൊടുത്തിട്ടുണ്ടാ. അല്ലാതെ സുഭാഷേട്ടനെ വന്ന് തല്ലിയതിന് കൈയും കൊടുത്ത് തിരിച്ചു വരണമെന്ന്. നല്ല ഇടി തിരിച്ചും കിട്ടുമെന്ന് അറിഞ്ഞാലേ അവരൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. കണ്ടില്ലേ, ഇനി ഇത് ഇവിടെ അവസാനിക്കും തോന്നുന്നുണ്ടോ? അതിന് തുടങ്ങി വെച്ച സുഭാഷേട്ടനല്ലോ. ആ സുനന്ദ ഇങ്ങോട്ടല്ലേ കയറി വന്ന്. അതിന് സുഭാഷേട്ടൻ എന്തിനടി കൊള്ളണം? ആ പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുള്ളതാ. എടാ, അതൊരു പാവം പെണ്ണ. അച്ഛനും അമ്മയും പറഞ്ഞ പിന്നെ അതെന്ത് ചെയ്യും? അത് തന്നെയാ പ്രശ്നം. ഒന്നെങ്കിൽ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. ഇങ്ങനെ രണ്ടു വഞ്ചിൽ കാലുകുത്തുന്നോണ്ടാ ഈ പ്രശ്നമാവുന്നത്. ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയതേ ആ സുനിത ഒറ്റരുത്തയാ. എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ ചേണ്ട തലയിലായില്ല. പിന്നെ സുഭാഷേട്ടാ, ഇനി അവളെ ഈ പടിക്കകത്ത് കയറ്റരുത്. സുഭാഷേട്ടൻ അവള് പാവാന്ന് പറയും. എന്നാ അവരങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. ആ പേർഷ്യക്കാരൻ പെരട്ട വന്ന് തല്ലിയപ്പോ ഇവൻ ഒന്നും മിണ്ടാതെ വരവ് വെച്ച് നിന്നില്ലേ? അതാണല്ലോ നടക്കട്. ഓ, ഇവൻ വലിയ യേശുക്രിസ്തു ആണല്ലോ. അതിന് പകരം നിങ്ങൾ പോയി അവനെ തല്ലിട്ട് തിരിച്ചു വന്നു. എടാ, ആണുങ്ങളായ തിരിച്ചു തല്ലാൻ അനിയന്മാരെ വിടുകയല്ല വേണ്ട. കയ്യോടെ കൊടുക്കാനുള്ളത് കൊടുത്തങ്ങ് അവസാനിപ്പിക്കണം. ഇതെന്ത് പോലീസ്? ഈ 4 പേരെ അറസ്റ്റ് ചെയ്യണം സാറേ. ഇതിലാരാ സുഭാഷ്? എന്താ സാറേ പ്രശ്നം? നീയാണോ സുഭാഷ്? അല്ല, ഞാൻ അനിയനാ സുധീഷ്. അപ്പൊ നീ അങ്ങോട്ട് മാറിയേക്ക്. നീയാണോ സുഭാഷ്? നിന്റെ പേരിലൊരു പരാതി ഉണ്ടല്ലോടാ. എന്താണ് സാർ പരാതി? ഇവരുടെ മകൻ സുനന്ദയെ ഇയാൾ ശാരീരികമായും മാനസികമായും അവമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവരൊരു പരാതി തന്നിട്ടുണ്ട്. സാർ, അത് നുണയാണ്. സുഭാഷേട്ടൻ അങ്ങനെ പെരുമാറിയിട്ടില്ല. സാർ, ഞങ്ങളുടെ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല. ഇത് വ്യാജ പരാതിയാ. അത് ഞങ്ങൾ അന്വേഷിച്ചോളാം. ഇപ്പൊ തൽക്കാലം നീ വന്ന് ജീവിപ്പിക്കുക. സാറേ, ആരെങ്കിലും ഒരു കള്ള പരാതി തന്നു കഴിഞ്ഞാൽ അത് എന്താണ് ഏതാണെന്നൊന്നും അന്വേഷിക്കാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം സാറേ ചെയ്യാം. സുഭാഷേട്ടൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല സാറേ. പറ്റില്ലെന്നോ? ഞാൻ നിങ്ങളുടെ പെർമിഷൻ വാങ്ങാൻ വന്നു അറിയണ. ഒരു പെണ്ണിനെ അവമാനിക്കാൻ ശ്രമിച്ചത് ഒപ്പം തന്നെ അറിയണ. മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറി. സാറേ, അത് നടക്കില്ല സാറേ. ചേട്ടനെ മാത്രമല്ല, നിങ്ങൾ 4 പേരെ ഒരുമിച്ചാ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. വണ്ടി കയറാം. ഇവരുടെ മകളെ ഒറ്റ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ചോദ്യം ചെയ്തതിന് നിങ്ങൾ അനിയന്മാരെല്ലാം കൂടെ അയാളെ തല്ലിച്ചതയ്ക്കുന്നു. നീക്ക് എന്താണ് വിചാരിച്ചത്? സാറേ, അടക്ക്. 4 പേരെയും ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. സാറേ, ഇനി ഒരു പെൺകുട്ടിയോടും ഇവരിത് ചെയ്യാൻ പാടില്ല. അതുപോലെ തല്ലി ചതക്കണേ എല്ലാത്തിനും. സാറേ, ഇവ എപ്പോഴും ഇങ്ങനെയാ സാറേ. അന്ന് ഇവന്റെ അച്ഛനെ തല തല്ലി പിടിച്ചു. ഇന്ന് മകൻ ഞങ്ങളുടെ കുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു. അത് ചോദിച്ചിട്ട് ഞങ്ങൾ തല്ലി ചതച്ചു. അയ്യോ സാറേ,
സാറേ ഇവർ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ കുടുംബത്തെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല സാറേ. സാറേ ഇനി ഇവർ പുറലോകം വേണം. അതിനുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് സാർ അവരെ ഉള്ളിത്തള്ളണം. സർ നികേഷ് പഠിക്കുന്ന കുട്ടിയാ, അവൻ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പരാതിയില് അവന്റെ കൂടെ പേരുള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അയ്യോ സുഭാഷേട്ടാ, നോക്കിയിരിക്കാതെ പിടിച്ച് കേരളത്തിനെ. സാർ ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് സർ ആ പെൺകുട്ടിയുടെ മൊഴി സാർ എടുത്തിട്ടുണ്ടോ? അവൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? ആ പെണ്ണിനെ കൂടെ ഒപ്പിട്ട ഒരു പരാതിയാ ഞങ്ങൾ കിട്ടിയത്. കടക്കാ എന്ത് സർ ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അതങ്ങ് കോടതി തെളിച്ചാൽ മതി. വേണ്ട. വാ കേരളോട്ട്. സർ ഞാൻ പറയുന്നൊന്ന് സർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സർ. സർ പ്ലീസ് സർ പ്ലീസ് സർ ഒന്ന് തുറക്ക്. അയ്യോ എന്നെ എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ 4 മക്കളെയാ പോലീസ് കൊണ്ടുപോയത്. എന്നിട്ട് നിങ്ങളിവിടെ ബീഡിങ് എത്തിച്ചിരിക്കണോ? സുഗന്ധയുടെ അടുത്ത് സുഭാഷിനെ തെറ്റായിട്ട് പെരുമാറിയിട്ടില്ല. അതെനിക്കറിയാം. അവളെ ഇങ്ങോട്ട് വന്നത്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അവനെ എനിക്കറിയൂടെ? അറിയാലോ, പിന്നെന്താ വെറുതെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? എടീ പോകനെ, നിന്റെ ആ കിളവൻ ചേട്ടനെയും ആ പരട്ട പേർച്ചക്കാരൻ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പുറത്തോട്ട് പോടി. എടീ പോകനെ, ഇങ്ങോട്ട് ഇറങ്ങിയോടി. ഇറങ്ങിയോളൂ. ഇങ്ങോട്ട് ഇറങ്ങിയോ. ആളില്ലാത്ത നേരം നോക്കി എന്റെ വീട്ടിൽ വന്ന് കരുതി നിന്റെ മോളാ. അതിന് എന്റെ മക്കൾ എന്ത് വിളിച്ചതാ? പെണ്ണിനെ മര്യാദയ്ക്ക് വളർത്താൻ അറിയാത്തതിന് എന്റെ പിള്ളേർക്കെതിരെ പരാതി കൊടുക്കണം. വേണ്ടേ? ദേ എന്റെ മോളെ പറ്റി അനാവശ്യം പറയരുത്. നിങ്ങളുടെ കുടുംബം എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ. എന്റെ മോളെ പറ്റി ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. എടി ഞാൻ പറയൂടി. അവൾ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഈ നാട്ടുകാർ മുഴുവൻ കാണുന്നതാ. മര്യാദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. നിന്റെ പോലെ ഇവിടെ കയറി വഴക്കുണ്ടാക്കിയാലേ അത് കണ്ടു ഞാൻ മിണ്ടായിരിക്കണം. ഇനി ഒരു 4 പേരെ കാണണേ നീ ജയിലിൽ തന്നെ പോകേണ്ടി വരും. ഒന്ന് വായടക്കോ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഈ നിൽക്കുന്ന നിന്റെ അളിയൻ 6 ഇവനെ പ്ലേനിക്കരെ എങ്ങ് പേർഷ്യനോട്ട് പോകത്തില്ല. അതാണ് ഓർത്തോ. എന്റെ വീട്ടിൽ കയറി ആദ്യം തല്ലിയത് തന്റെ അളിയന. എന്റെ മുമ്പിൽ വെച്ചായിരുന്നു അത് ചെയ്തതെങ്കിൽ അവിടെ വെച്ച് തീർന്നവൻ. ഹാ, അത്രയ്ക്ക് നട്ടലുള്ളവനാണെങ്കിലേ ഇപ്പൊ ഒന്ന് തൊട്, ഞാനത് കാണട്ടെ. തൊടുടി. ഞാൻ തൊടും. എന്റെ മക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു അറിഞ്ഞ ഇവന്റെ കയ്യും കാലും ഞാൻ തല്ലി ഒടിക്കും. കാണോ, മകളുടെ കല്യാണം നടത്താനല്ലേ പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വന്നത്. പെണ്ണിനെ ചെറുക്കന്റെ കൈ പിടിച്ചു കൊടുക്കാനേ നിന്റെ കെട്ടിയൊരു ഭാഗ്യം ഉണ്ടാവത്തില്ല. നോക്കിക്കോ. ഓ താൻ എന്ത് ചെയ്യോടോ? ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നെ പോലൊരു പെൺകുട്ടിക്ക് കയറി വരാൻ പറ്റുന്ന സ്ഥലമല്ലേ ഇത്? മോള് പോയിക്കോ. മോള് വീട്ടിലേക്ക് പോയിക്കോ. ഈ നാട്ടിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത വീട് ഒന്നേ ഉള്ളൂ. അത് തന്നെ വീടാ. അവിടേക്ക് കയറി വന്നവളല്ലേ ഇവിടെ. അപ്പൊ ഇവളുടെ സ്വഭാവം ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്റെ മരുമകളെ പറ്റി പറഞ്ഞ ഞാൻ ഒന്ന് നിർത്താനാ പറഞ്ഞേ. ദേ സുഭാഷിന്റെ അടുത്തേക്ക് ചെയ്തിട്ടെന്ന് സുനന്ദയ്ക്ക് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ കള്ളപ്പരാതി കൊടുത്തില്ലേ? 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. എന്നെ കണക്കായി പോയി. അവൻ എന്റെ മോളോട് എന്താ ചെയ്തതെന്ന് ഞാൻ എന്റെ 2 കണ്ണോട് കണ്ടതാ. നിന്റെ കെട്ടിയവനും അവൻ അനിയന്മാരും കൂടെ വന്ന് എന്റെ ഭർത്താവിനെ തല്ലിയത്. അതിനെല്ലാം കൂടെ ഞങ്ങൾ പരാതി കൊടുത്തത്. അവൻ അനുഭവിക്കട്ടെ. നിങ്ങൾ ഈ കാണിക്കുന്നതിൽ ഒരു ന്യായവും ഇല്ല. നിങ്ങളുടെ മോൾ അവിടേക്ക് വന്നത്. നിങ്ങൾ ആദ്യം സുഭാഷിനെ തല്ലിയത്. ഞങ്ങളുടെ ന്യായം ഞങ്ങൾ തീരുമാനിച്ചോളാം. കൊള്ളാവുന്ന ഒരു വീട്ടിലെ പെണ്ണാണെന്ന് നിന്നെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായി നീ ഇവരുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ നാണം കെട്ടവർക്ക് വേണ്ടി സംസാരിക്കില്ലല്ലോ. നാളെ കെട്ടോളൂ. നീ അടി. നീ അതുകൊണ്ട് നിന്റെ മോളും അടി. അതുകൊണ്ടാ കടന്നു പോരെന്ന് പല പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടും നിന്റെ മോൾ അവിടെ വന്ന് കയറിയത്. ആദ്യം മക്കളെ നന്നായിട്ട് വളർത്താൻ പഠിക്കും. ഓ മക്കളെ വളർത്തിയ ഗുണമെന്ന് നിങ്ങൾ പറയണ്ട. ആ ഗുണം കൊണ്ടാ മൂത്തവൻ ഒരിടത്തുനിന്ന് പെണ്ണ് കിട്ടാതെ വീട്ടിൽ നിൽക്കുന്നത്. എന്റെ മോളെ എങ്ങനെയെങ്കിലും വശീകരിച്ച് ഈ കുടുംബത്തിലേക്ക് വന്ന് കയറാനാണ് മകന്റെ വിചാരമെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്ക് അവനോട് പറഞ്ഞേക്ക്. ഈ വീട്ടിലേക്ക് കോർപ്പറേഷൻ മാലിന്യം കൊണ്ടുവന്ന് ലോറി കണ്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ പെണ്ണ് കിട്ടുന്നതിനേക്കാൾ നല്ലത് ആ ലോറിക്ക് കൊണ്ടുപോയി തല വെക്കുന്ന. തെറ്റു പറ്റി നമുക്ക് എഴുതേ ഇവരെ കൂടെ ചേർത്ത് പരാതി കൊടുക്കുമായിരുന്നു. 5 പേരും കൂടി അകത്ത് പോയി കിടന്നാനേ. അത് ചെയ്യാത്തോണ്ടാ ഇവിടെ വന്ന് ബഹളം വെക്കുന്നേ. വെറുതെ ബഹളം വെക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്. പിന്നെ എന്തിനാടാ നീ വന്നത്? തല്ലാനോ? പിടിച്ചോടാ. അയ്യോ താഴെ വീണ കണ്ടില്ലേ പേർഷ്യക്കാരാണ്. ഉണക്ക കുബൂസ് നിന്നുണ്ടാക്കിയ തടിയല്ലത്. അടുത്തത് നിനക്കോടി. അയ്യോ അയാൾക്ക് ഭ്രാന്താ തന്നേട്ടാ. എന്താണോ തനിക്കാണോ? വേണ്ട താൻ പരാതി കൊടുക്കുന്നില്ലേ പറഞ്ഞേ? പരാതി കൊടുക്കണ. അങ്ങനെ ഭാസ്കരന്റെ മക്കള് മാത്രം ലോക്കപ്പിൽ കിടക്കണ്ട. ഈ ഭാസ്കരനെ കൂടി കയറിപ്പോഴാത് അല്ല പേടിത്തൊണ്ടികൾ. നീ ചോദിച്ചില്ലേ എന്തെങ്കിലും ചെയ്തു തുടങ്ങും. അതായത് ഒരു അച്ഛന്റെ കടമ ചെയ്തില്ല എന്നൊരു പരാതി പറയുന്നു. ഇനി എന്റെ മക്കളെ അവരുടെ പാടായി അവത്ത് കിടക്കോ ഞാൻ എടുക്കൂ എന്നീ എന്താന്ന് വെച്ചാൽ ചെയ്യണം. ഇതിനൊക്കെ കാരണം നീയാ. നീ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഞാൻ എന്തെയ്യും വിധി? എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്ന പോലെ. സുഭാഷിന് നിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കും അറിയാലോ. അതെനിക്കറിയാം നിധി. ഒക്കെ എന്റെ മാമനും അച്ഛനും കൂടെ ചെയ്തതാ. അതും ഈ സ്റ്റേഷനിൽ വന്ന് പറയണം. എന്നെ ഇവിടെ ഇങ്ങോട്ട് വിടില്ല നിധി. ഇങ്ങോട്ട് ഇറങ്ങി പൊക്കോടെ വിടാ. അല്ലെങ്കിൽ ചൂടുള്ളത് മുഖത്തടിക്കും. സർ എന്റെ പേരിലാണ് സർ പരാതി ഉള്ളത്. ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്റെ അനിയന്മാരെ വിട്ടയക്കണം സർ. നീ തൽക്കാലം അവിടെ ഇരിക്കും. സർ അവർക്ക് ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല. അവരെ ദയവ് ചെയ്ത് വിട്ടയക്കണം സർ. പ്ലീസ് സർ. പരാതി നിന്റെ പേരിൽ മാത്രമാണെന്ന് ആരാ പറഞ്ഞത്? നീ നിന്റെ അനിയന്മാരെ കൂട്ടി വീട് കയറി തല്ലിയെന്നാ പരാതി. അതും ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തപ്പോ. വെറുതെ ഒന്നും അല്ല കൂട്ടിക്കൊണ്ടു വന്നത്. സർ ഞങ്ങളുടെ ചേട്ടൻ ചെയ്യാത്ത കാര്യം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വന്ന് തല്ലിയത് ആദ്യം അവരാ. അത് നോക്കി വെറുതെ ഇരിക്കാൻ പറ്റുമോ? ശബ്ദം കുറയ്ക്ക്. എന്നിട്ട് അവിടെ ഇരിക്കും. പോയിരിക്കടാ. സമയമാകുമ്പോഴേ സാറ് വിളിച്ചോളും. ഇതൊരു കള്ളക്കേസാടാ. അന്വേഷിച്ച് അവർക്ക് മനസ്സിലാവും. നീ പേടിക്കാണ്ടിരിക്കും. സാറ് വിളിക്കുന്നു. നിങ്ങൾ എന്താടാ പ്രത്യേകം ക്ഷണിക്കണോ?
എണീറ്റാ ഇങ്ങോട്ട് മാറിക്കടാ. ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ച് നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചില്ലെന്ന് അവൻ ആദ്യം മുതലേ വ്യക്തമായി പറഞ്ഞിരുന്നതാ. പിന്നെ എന്തിനാടാ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ രീതിയിൽ പെരുമാറാൻ നോക്കിയത്? സുഭാഷ് ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തേ? ഞാൻ അവരോട് സത്യം പറയാൻ പോവാ. എന്റെ മോളോട് ആ സുഭാഷ് എന്ന് പറയുന്നവൻ വൃത്തിയോട് കാണിച്ചതാ സാർ. പെൺകുട്ടി ഞങ്ങളുടേതല്ലേ, ഞങ്ങൾ നുണ പറയൂ. സുഭാഷ് നിങ്ങളോട് മോശമായി പെരുമാറി.